ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ സാറ്റർഡേ ഉള്ള വീഡിയോ ആണ് കേട്ടോ. ഇത് സാറ്റർഡേ കുറേ ദിവസമായാലേ വീട്ടുവിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് എപ്പോഴും എന്തെങ്കിലും പാചകം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടല്ലേ പോകുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു വീട്ടുവിശേഷം ചെറുതായിട്ട് കാണിക്കാമെന്ന്. പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല, ഭയങ്കര മഴയാണ്, രാവിലെ മഴ തന്നെ മഴയാണ്. അപ്പോൾ ഇത് രാവിലെ ചായയൊക്കെ ഇട്ടതിന് ശേഷം ഞാൻ കടല തലേദിവസം വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കടലക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കടല കുക്കറിലിടുകയാണ് ഞാൻ. എളുപ്പപ്പണിയിൽ പെട്ടെന്ന് എല്ലാം കൂടെ ചെയ്ത് അങ്ങ് പോവുകയാണ്. കാരണം കടല ഇങ്ങനെ ജസ്റ്റ് എന്താ പറയുന്ന നമ്മൾ എല്ലാം കൂടെ ഒരുമിച്ചിട്ട് വേവിക്കുകയാണ് ഞാൻ. ഒരുമിച്ചിട്ട് വേവിച്ച് അങ്ങനെ ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് കടലക്കറി. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ജസ്റ്റ് ചതച്ചെടുക്കുകയാണ്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മുടെ കുക്കറിലോട്ട് കടലയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ശനിയാഴ്ച രാജേഷനും ജോലിക്ക് പോയില്ല, ഓഫീസിൽ പോയില്ലായിരുന്നു. അപ്പോൾ എഴുന്നേറ്റപ്പോൾ ലേറ്റ് ആവുകയും ചെയ്തു. അപ്പം ഞാൻ വാട്ടിയൊക്കെ വെക്കാമെന്ന് വിചാരിച്ച്, സബോള ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വാട്ടി വെക്കാമെന്നൊക്കെ വിചാരിച്ചത്. പക്ഷേ രാവിലെ എഴുന്നേറ്റപ്പോൾ ലേറ്റായി, മഴയൊക്കെ അല്ലേ, ഇച്ചിരി കൂടുതൽ നേരം കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ അപ്പം സബോള, പച്ചമുളക്, തക്കാളി ഇതെല്ലാം ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കുക്കറിലിട്ട് മസാലപ്പൊടികളും ഇട്ടിട്ട് ഡയറക്റ്റായിട്ട് അങ്ങ് ഒരു കടലക്കറി, എന്നിട്ട് കടുക് വറുത്ത് അങ്ങ് ഇടാം എന്നുള്ളൊരു ഇതിലാണ് കേട്ടോ. അപ്പോൾ അതേ ഉപ്പിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ പ്രത്യേകിച്ചൊരു കടലക്കറി എന്നൊന്നും പറയാൻ പറ്റത്തില്ല, സിമ്പിളായിട്ടൊരു കടലക്കറി. അപ്പോൾ പുട്ടും കടലയാണ്. നമ്മൾ ലേറ്റായിട്ടൊക്കെ എഴുന്നേൽക്കുന്ന ദിവസങ്ങളിൽ രാവിലെ ഒന്നെങ്കിലും ഉപ്പുമാവ് അല്ലെങ്കിൽ പുട്ടും കടലക്കറി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കുമല്ലോ. തലേ ദിവസം കടല വെള്ളത്തിലിട്ടാൽ കടലക്കറി ആയിരിക്കും എന്തായാലും. അപ്പോൾ അതേ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് മീറ്റ് മസാലപ്പൊടി ഇതെല്ലാം കൂടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പും ഇട്ട് കടല എന്തായാലും വേവിക്കാനായിട്ട് വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ മഴ തന്നെ മഴയാണല്ലേ. നമ്മുടെ ചേർത്തല, ആലപ്പുഴ ചേർത്തല അവിടെ ഭയങ്കര മഴയാട്ടെ, എപ്പോഴും മഴ തന്നെ മഴയാണ്. കുറച്ച് ദിവസമായിട്ട് ചൂടെന്ന് വെച്ചാൽ ഭയങ്കര ചൂടായിരുന്നു. ചൂട് സമയത്ത് ഒരു രക്ഷയില്ലായിരുന്നു. ഇപ്പം മഴ തുടങ്ങിയപ്പോൾ മഴ തന്നെ, പുറത്തോട്ട് ഇറങ്ങാൻ നിവർത്തിയില്ല. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. ഇവിടെ എരിവിന് അത്ര വലിയ പ്രശ്നമില്ല, അതുകൊണ്ട് ഞാൻ എരിവ് ഇച്ചിരി കൂടുതലിടും. ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്പൈസസ് ആയിട്ട് കുറച്ച് കറുവപ്പട്ട അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ജസ്റ്റ് ചതച്ചിടുകയാണ്. പെരിഞ്ചീരകവും കറുവപ്പട്ടയും പിന്നെന്താണ് കുറച്ച് ഗ്രാമ്പൂവും, ഒരു 1, 2, 3 ഗ്രാമ്പൂവും കൂടിയിട്ട് ഒന്ന് ചതച്ച് ഇടുകയാണ് കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ പല രീതിയിൽ വെക്കും. ചിലപ്പോൾ ഞാൻ സബോളയും തക്കാളി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വാട്ടി കടല സെപ്പറേറ്റ് വേവിച്ച് വാട്ടിയും കടലക്കറി വെക്കാറുണ്ട്. ചിലപ്പോൾ ഈ രീതിയിലും വെക്കും കേട്ടോ. ഏതാണ് ആ സമയത്ത് തോന്നുന്നത് ആ രീതിയിൽ ചെയ്യും കേട്ടോ. അപ്പോൾ അതൊന്ന് ചതച്ചിടുകയാണ്. അപ്പോൾ കുറേ നാൾ ചൂട് കാരണം പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഇപ്പം മഴ കാരണം പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പോൾ ഇനിയിപ്പം പൊന്നുകുട്ടിക്കും കണ്ണൻകുട്ടനുമുള്ള സ്കൂൾ ഐറ്റംസൊക്കെ വാങ്ങിച്ചു കേട്ടോ. ഞാൻ വീഡിയോ എടുക്കണമെന്നൊക്കെ വിചാരിച്ചായിരുന്നു, പക്ഷേ നടന്നില്ല. ജസ്റ്റ് ഒരു ഷോർട്സ് വീഡിയോ പോലെ ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഷോർട്സ് ആയിട്ട് ഞാൻ അതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം. നമ്മുടെ ഇവിടുന്ന് തന്നെ അടുത്തൊരു ബസാറ് പോലൊരു ഇതുണ്ട് കേട്ടോ. നമ്മുടെ ചേർത്തല KSRTC സ്റ്റാൻഡിൻ്റെ അവിടെ നിന്നാണ് പൊന്നുകുട്ടിക്കും കണ്ണൻകുട്ടനും അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ മാത്രം ഇപ്പം മേടിച്ചു കേട്ടോ. ബാഗ്, പിന്നെ ബുക്ക് പൊതിയുന്ന കവറുണ്ടല്ലോ അത്, പിന്നെ എന്താണ് വാങ്ങിച്ചത്, പിന്നെ എന്തൊക്കെയോ കുറച്ച് ഐറ്റംസ് വാങ്ങിച്ചു കേട്ടോ. കുപ്പി വാങ്ങിച്ചു. അങ്ങനെ 2-3 ഐറ്റംസ് മാത്രമേ വാങ്ങിച്ചുള്ളൂ. അതിൻ്റെ കൂട്ടത്തിലാണ് എനിക്ക് സ്റ്റീലിൻ്റെ ഒരു ഇടികല്ല് വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ അത് ഇവിടെ നമ്മുടെ കടലക്കറി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ട് റെഡിയാക്കണം. പുട്ടുകുറ്റി ഉണ്ട് കേട്ടോ. ഇത്രയും നാളെ ഞാൻ ചിരട്ടപ്പുട്ടിലാണ് പുട്ടുണ്ടാക്കിയിരിക്കുന്നത്. അതാകുമ്പോൾ 3 ചിരട്ടപ്പുട്ട് സെറ്റ് ചെയ്താൽ മതിയായിരുന്നു കേട്ടോ. ഇനി 2 വലിയ കുറ്റിപ്പുട്ട് എന്തായാലും മതി. അപ്പോൾ AVSൻ്റെ പുട്ടുപൊടിയാണ്. അപ്പോൾ അതേ എനിക്ക് പുതിയൊരു പുട്ടുകുറ്റി കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചാണ് കേട്ടോ. ഇപ്പോൾ രാജേഷന് വലിയൊരു ആഗ്രഹം പുട്ടിലിങ്ങനെ കുറ്റിയിൽ പുട്ട് അങ്ങനത്തെ കഴിക്കണമെന്ന്. ചിരട്ടപ്പുട്ട് കഴിച്ച് മടുത്ത്. നമുക്ക് ഒരേ രീതിയിൽ തന്നെ എപ്പോഴും ആകുമ്പോൾ എല്ലാം മടുക്കുമല്ലോ. അതുകൊണ്ട് അപ്പോൾ അണ്ണനൊരു നമുക്കൊരു പുട്ടുകുറ്റി വാങ്ങിക്കാം. അങ്ങനെ നമ്മളൊരു പുട്ടുകുറ്റി വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ ഇങ്ങനെ കൈ കൊണ്ട് ഇട്ടിട്ട് അത് താഴെയൊക്കെ വീഴുന്നു, മൊബൈലും കൈ പിടിച്ചുകൊണ്ടൊക്കെ ചെയ്യുമ്പോൾ വലിയ പാടായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അവസാനം മൊബൈലൊക്കെ മാറ്റി വെച്ച് ഫോണൊക്കെ മാറ്റി വെച്ചിട്ട് പുട്ടൊക്കെ ഇതാക്കി കേട്ടോ.
നിറച്ചു, ഒരു സ്പൂൺ കൊണ്ട് കോരി കോരി ഇട്ട് കൊടുത്തു. അപ്പം താഴെയൊന്നും വീഴുന്നില്ല, വൃത്തിയായിട്ട് വീണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് പുട്ടുകുറ്റിയിൽ പുട്ടുണ്ടാക്കുന്നത് കേട്ടോ. ചിരട്ടപ്പുട്ടാണ് എപ്പോഴും ഉണ്ടാക്കുന്നത്, പുട്ടുകുറ്റിയിൽ പുട്ട് ആദ്യമായിട്ടാണ്. അപ്പോൾ ഒരു പുട്ട് എന്തായാലും കുത്തിയിട്ടു. അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല, കാരണം കാഷ്ണം പുറത്ത് കുറച്ച് പണിയിലൊക്കെ ആയിരുന്നു. മഴ കാരണം ഞാൻ സത്യം പറയാലോ പുറത്തങ്ങനെ ഇറങ്ങത്തില്ല, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ആകെ അലുക്കുലത്തായിട്ട് കിടക്കുമായിരിക്കും. അപ്പോൾ ഒരു പുട്ടുകുറ്റിയിൽ പുട്ടിങ്ങനെ കുത്തിയിടുന്നത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എത്ര കുത്തിയിട്ടും വരുന്നില്ല, ഇതെന്താ സംഭവം എന്നറിയത്തില്ല കേട്ടോ. എത്ര കുത്തിയിട്ട് സംഭവമൊന്നുമില്ല. അപ്പോൾ രാഷ്ണം പുറത്തുനിന്ന് ഒരു ഓലയുടെ ഒരു കഷ്ണം ഇങ്ങനെ എടുത്ത് തന്നു കേട്ടോ. എന്തോ ഒരു മടൽ പോലെ ചെറിയൊരു കഷ്ണം ഇങ്ങനെ മുറിച്ചെടുത്ത്, കുത്തുന്ന സാധനം കിട്ടിയില്ല. അപ്പോൾ പുട്ടുകുറ്റിയൊക്കെ എടുത്ത് പുട്ടൊക്കെ കഴിച്ചതിന് ശേഷം രാഷന് കുറച്ച് ചോക്ലേറ്റ് കിട്ടിയായിരുന്നു കേട്ടോ. കഴിഞ്ഞ ദിവസം രാജേഷിൻ്റെ ഒരു സാറ് കുറച്ച് ലണ്ടൻ ചോക്ലേറ്റ് കൊടുത്തു കേട്ടോ. ലണ്ടനിലെ ചോക്ലേറ്റാണ് കേട്ടോ, നമുക്ക് അങ്ങനെ കിട്ടാറില്ല. രാജേഷിൻ്റെ അടുത്ത് ഏതെങ്കിലും ഫ്രണ്ട്സൊക്കെ വരുവാണെങ്കിൽ മാത്രം നമുക്ക് ചോക്ലേറ്റ് കിട്ടാറുള്ളൂ കേട്ടോ. അപ്പോൾ ലണ്ടനിലെ കുറച്ച് ചോക്ലേറ്റ് കിട്ടി. അണ്ണൻ്റെ ഒരു സാറിൻ്റെ വൈഫ് പുറത്തുനിന്ന് വന്നു, അപ്പോൾ അങ്ങനെ കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ ആ ചോക്ലേറ്റ് ഞാൻ എന്തായാലും ഇങ്ങനെ ഇച്ചിരി അങ്ങനെ ഒരുപാട് ഞാൻ കൊടുക്കത്തില്ല. ചോക്ലേറ്റൊക്കെ ഇതുപോലെ കിട്ടിയാൽ ഒരെണ്ണം ഒരു ദിവസം ആ രീതിയിലേ ഞാൻ കൊടുക്കുകയുള്ളൂ കേട്ടോ. ഈ ഇടയ്ക്കും കുറേ ചോക്ലേറ്റ് കിട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാമെന്ന് ചോദിച്ചു. അതിനുശേഷം അവിടെ കുറച്ച് നേരം ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് രാജേഷണം കുറേ ദിവസത്തിന് ശേഷമാണ് കേട്ടോ വീട്ടിലൊന്നും ഇരിക്കുന്നത്. കാരണം എപ്പോഴും വർക്കെന്നും പറഞ്ഞ് ഓട്ടമായിരുന്നു. സൺഡേ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആവശ്യമായിട്ട് ഞങ്ങൾ പുറത്ത് പോക്കുമായിരിക്കും. എനിക്കങ്ങനെ വീഡിയോസും കാര്യങ്ങളും ഒന്നും എടുക്കാൻ പറ്റാത്ത ഒരു ഇതിലായിരുന്നു കേട്ടോ കുറേ ദിവസമായിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് ഒരു നെയ്ച്ചോറ് റെഡിയാക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ നെയ്ച്ചോറിൻ്റെ വീഡിയോ ഞാൻ വേറെ ഇടാം കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. ഒരു ദിവസം ഞാൻ ഇവിടെ കണ്ണൻകുട്ടനും പൊന്നുകുട്ടിക്കും കറിയൊന്നും ഇല്ലാതെ, ചിക്കനൊന്നും ഇല്ലായിരുന്നു കേട്ടോ അന്ന്. അപ്പം പെട്ടെന്ന് ഞാൻ കുഞ്ഞുങ്ങൾക്കൊരു റൈസ് ഇരിപ്പുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് നെയ്ച്ചോറ് ഉണ്ടാക്കാമല്ലോ. പെട്ടെന്നൊരു നെയ്ച്ചോറ് ഞാൻ റെഡിയാക്കിയായിരുന്നു കേട്ടോ. അപ്പോൾ ആ നെയ്ച്ചോറ് രാജേഷന് അങ്ങനെ അധികം കഴിക്കാൻ പറ്റില്ല, കാരണം ജോലിക്ക് പോയി, രാത്രിയിലത്തേക്ക് അധികം ഇല്ലായിരുന്നു. അപ്പോൾ അതൊന്നിന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ സ്പൈസസ് നമ്മുടെ ആലപ്പുഴയിൽ നിന്ന്, ആലപ്പുഴ മുല്ലയ്ക്കൽ ഗണപതി ക്ഷേത്രത്തിൻ്റെ അടുത്തുനിന്ന് 100 രൂപയ്ക്ക് വാങ്ങിക്കുന്ന സ്പൈസസ് ആണ് കേട്ടോ. അത് ഞാൻ നിങ്ങളെ കാണിച്ചെന്നേ ഉള്ളൂ. അത് ഇതുവരെ നമ്മുടെ സ്പൈസസ് പാത്രത്തിലോട്ട് മാറ്റിയിട്ടില്ല കേട്ടോ. ഒരു ദിവസം മേടിച്ചതാണ്. ഞാൻ സത്യം പറഞ്ഞാൽ മറന്നുപോയി. ഇനി അത് കഴുകി വൃത്തിയാക്കി ഉണക്കി വെക്കണം. മഴ കാരണം ആ പരിപാടിയും നടക്കത്തില്ല. അപ്പോൾ നമ്മുടെ നെയ്ച്ചോറിൻ്റെ പരിപാടിയിലോട്ട് കിടക്കുകയാണ്. നെയ്ച്ചോറിന് കുറച്ച് നെയ്യ് ഒഴിച്ച് പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് എല്ലാം വരട്ടി കേട്ടോ. അപ്പോൾ ഞാൻ നെയ്ച്ചോറിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ഇടാം കേട്ടോ. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. നല്ല ടേസ്റ്റാണ്. കറിയുടെ ഒന്നും ആവശ്യമില്ല, ചിക്കനോ അങ്ങനെ ഒന്നിൻ്റെ ആവശ്യമില്ല. നമുക്ക് ആ നെയ്ച്ചോറ് മാത്രം കഴിക്കാൻ പറ്റും കേട്ടോ. നല്ല റൈസ് ആയിരിക്കണമെന്നേ ഉള്ളൂ. കൈമ റൈസില്ലേ ചെറുത്, അതാണെങ്കിൽ നമുക്ക് ആ കൈമ റൈസിന് തന്നെ ഒരു പ്രത്യേക സ്മെല്ലല്ലേ. അപ്പോൾ ഈ രീതിയിൽ നെയ്ച്ചോറ് വെച്ച് കഴിച്ച് നോക്കും മക്കളെ, അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഞാൻ ആ വീഡിയോ എന്തായാലും ഞാൻ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നെയ്ച്ചോറ് വെക്കുകയാണ്. അപ്പോൾ കുറച്ച് ചിക്കനും ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു വന്നാൽ നെയ്ച്ചോറിൻ്റെ കൂട്ടത്തിൽ ഒരു ചിക്കൻ കറിയും കൂടെ സെറ്റാക്കാമെന്ന് വെച്ചു കേട്ടോ. കുറച്ച് കിഴങ്ങൊക്കെ ഇട്ടിട്ട് കുറച്ച് ചിക്കനേ ഉള്ളായിരുന്നു. അപ്പോൾ കുറച്ച് ചിക്കനും കൂടെ വെച്ചിട്ട് നമുക്കൊരു ചിക്കൻ കറിയും റെഡിയാക്കാമെന്ന് വെച്ചു. നമ്മുടെ നെയ്ച്ചോറ് അവിടെ വെട്ടി തിളയ്ക്കുന്നു കേട്ടോ. കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഞാൻ വേവിക്കാനായിട്ട് അവിടെ സെറ്റാക്കി വെച്ചു കേട്ടോ. ഇനി ആ സമയം കൊണ്ട് നമ്മുടെ നെയ്ച്ചോറൊക്കെ റെഡിയായി കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചിക്കൻ കറിയും വെക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോ മിസ്സായോ ഇല്ല, ഇവിടെ തന്നെ ഉണ്ടാകും കേട്ടോ. അപ്പോൾ ഞാൻ ഈ വോയിസ് ഓവർ പറഞ്ഞു പോകുമ്പോഴത്തേക്കും ഇങ്ങനെ കടന്ന് വരുന്നതല്ലേ നമ്മളീ പറയുന്നത്. അപ്പോൾ അയ്യോ ആ വീഡിയോ എവിടെ പോയി എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ഒരു ഇതാകും കേട്ടോ. പിന്നെ സ്റ്റോപ്പ് ചെയ്ത് രണ്ടാമത് നോക്കി അങ്ങനെയൊക്കെയാണ് ഞാൻ മിക്കവാറും വോയിസ് ഓവറും കാര്യങ്ങളും ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ കുറേ കിളികൾ വന്നിട്ടുണ്ട് കേട്ടോ. കരിയില പക്ഷികൾ. സൗണ്ട് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഭയങ്കര കിളികൾ കേട്ടോ. വോയിസ് ഓവർ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കേൾക്കാൻ പറ്റുമായിരിക്കും നിങ്ങൾക്ക്. അപ്പോൾ അതേ ചിക്കൻ കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കിഴങ്ങൊക്കെ ഇട്ടിട്ട് നല്ലൊരു ചിക്കൻ കറി, പിന്നെ നെയ്ച്ചോറ്, ഇത് രണ്ടുമാണ് കേട്ടോ. സബോളയൊക്കെ വറുത്തിട്ടിട്ടുണ്ട്. അപ്പം നെയ്ച്ചോറിൻ്റെ വീഡിയോ വഴിയേ വരുന്നതായിരിക്കും. എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ സൺഡേയിലെ വീഡിയോയും ഉണ്ട് കേട്ടോ. സൺഡേയിലെ വീഡിയോ ഉണ്ട്. അപ്പോൾ അതേ നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നെയ്ച്ചോറ് നല്ല കിഴങ്ങിട്ട് വെച്ച, നല്ല കുറച്ച് ചിക്കനൊക്കെ ഉള്ളെങ്കിൽ കുറച്ച് കിഴങ്ങും കൂടി ഇട്ട് ഇതുപോലൊരു കറി വെച്ച സംഭവം സെറ്റായിരിക്കും. പിന്നെ കച്ചമ്പർ, അച്ചാർ, സൂപ്പറായിരുന്നു കേട്ടോ. എന്തായാലും സാറ്റർഡേയിലെ ഫുഡൊക്കെ
അപ്പോൾ ഇനിയിപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം. മഴയാണ്, മൊത്തത്തിൽ മഴയാണ്. ആദ്യമേ ഞാൻ പറഞ്ഞല്ലോ, മൊത്തത്തിൽ മഴയാണ്. മഴക്കാറിങ്ങനെ വെച്ച് നിൽപ്പോണ്ട് അടുത്ത മഴ, ഒരു മഴ വന്നു പോയേ ഉള്ളൂ. ഇനിയിപ്പോൾ അടുത്ത മഴയാണ്. സമയം ഇപ്പോൾ 6 മണിയായിട്ടുണ്ട് കേട്ടോ, രാവിലെ 6 മണിയായിട്ടുണ്ട്. ഇനിയിപ്പം എന്താ കറണ്ട് വന്നും പോയി നിൽക്കുകയാണ്. ഇടയ്ക്ക് കറണ്ട് ഉണ്ട്, ഇടയ്ക്ക്. അപ്പം ഞാൻ രാത്രിയിലത്തെയും കുറച്ച് വീഡിയോസൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചു. പക്ഷേ കറണ്ട് വന്നും പോയി നിൽക്കുമ്പോൾ നമ്മളങ്ങനെ വീഡിയോ എടുത്താൽ ഒരു സുമാറുണ്ടാവില്ല. അപ്പം ഞാൻ വിചാരിച്ചു വന്നാൽ രാത്രിയിലത്തെ വീഡിയോ വേണ്ട, ഈവനിങ് കൊണ്ട് വൈൻഡപ്പ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ സന്ധ്യ സമയമല്ലേ, 6 മണിയൊക്കെ ആയില്ലേ, അപ്പോൾ ഒരു കടിഞ്ചായ അങ്ങോട്ട് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്കും രാജേഷനുള്ള കടിഞ്ചായയൊക്കെ ഇടാൻ പോവാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്കൊക്കെ ചെയ്യണം. പുതിയ നല്ല വീഡിയോസ് ഇട്ടൊക്കെ വരുന്നതായിരിക്കും. കണ്ണൻകുട്ടിനും പൊന്നുകുട്ടിയുടെ സ്കൂളിലെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇനിയുള്ള വിശേഷങ്ങളൊക്കെ. സ്കൂൾ തുറന്നാൽ പിന്നെ ഫുൾ ബിസി ആയിരിക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.